ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് വളരെ എക്സൈറ്റിങ്ങും ഒപ്പം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ടീമുണ്ടെങ്കിൽ ആ ടീമിനകത്ത് ഏകദേശം 9 തരത്തിലുള്ള ആളുകൾ വേണമെന്നുള്ളതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പറയുന്നത്. ഇതിനെ ബെൽബിൻസ് ടീം റോൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടീമിനകത്തുള്ള ഓരോ ആളുകളെയും ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് ഏതിൽ പെടുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഒപ്പം തന്നെ അവർക്ക് ചില വീക്ക്നെസ്സുകൾ ഉണ്ടാവും. ആ വീക്ക്നെസ് ചില റോളുകളിൽ അലൗഡ് ആണ്. അപ്പോൾ ഏതൊക്കെ റോളുകളിലാണ്, ഏതൊക്കെ വീക്ക്നെസ്സുകളാണ്, ഏതൊക്കെ സ്ട്രെങ്ത്തുകളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ഒരു ഐഡിയ കിട്ടാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഈ ടീം റോളുകൾ അനുസരിച്ച് ബ്രോഡായിട്ട് 3 കാറ്റഗറീസ് ആയിട്ടാണ് ഈ റോളുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ റോൾസിനെ സോഷ്യൽ റോൾസ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ റോൾസ് തിങ്കിങ് റോൾസ് ആണ്. മൂന്നാമത്തെ റോൾസ് ആക്ഷൻ റോൾസ് ആണ്. അപ്പോൾ സോഷ്യൽ, തിങ്കിങ്, ആക്ഷൻ എന്നിങ്ങനെ 3 ബ്രോഡ് കാറ്റഗറീസിലാണ് ഈ 9 റോളുകളുള്ളത്. ഇനി ഏറ്റവും ആദ്യം ഏതൊക്കെയാണ് സോഷ്യൽ റോൾസിലുള്ള റോളുകളെന്നും ടീം മേറ്റുകളെന്നും നമുക്ക് ശരിക്കും പരിശോധിക്കാം. ഏറ്റവും ആദ്യത്തെ ടൈപ്പ്, പ്രത്യേകിച്ചും സോഷ്യൽ കാറ്റഗറിയിലുള്ള ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റിസോഴ്സ് ഇൻവെസ്റ്റിഗേറ്റർ റോളിലുള്ള ആളുകളാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഭയങ്കര ഇൻക്വിസിറ്റീവ് നേച്ചറുള്ള ആൾക്കാരായിരിക്കും. പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അവർ കൂടുതൽ പഠിക്കുന്നുണ്ടാവും, കൂടുതൽ കറങ്ങുന്നുണ്ടാവും. പുറത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളെയും ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആളുകളായിരിക്കും. അപ്പം നല്ല ഇനീഷ്യേറ്റീവ് ഉള്ള ആളുകൾ പുറത്തുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് തങ്ങളുടെ റോളുകളിലും ജോബിലുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളാണ് റിസോഴ്സ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. പക്ഷേ ഇത്തരക്കാർക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവർ ചിലപ്പോൾ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. അവർ ചിലപ്പോൾ പറയും, ഇന്ന സ്ഥലത്ത് ഇങ്ങനൊരു സാധനമുണ്ട്, നമുക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ വൻ വിജയമായിരിക്കും. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും പുതിയ കാര്യങ്ങൾ ഓർഗനൈസേഷനകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ ഈ ഓവർ ഓപ്റ്റിമിസം കാരണം ചിലപ്പോൾ ചില പരാജയങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതിനുള്ളൊരു സ്പേസ് അവർക്ക് കൊടുത്താൽ മതി. പക്ഷേ ഇത്തരക്കാർക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. പലപ്പോഴും പല ലീഡുകളും കൊണ്ടുവരുമെങ്കിലും അത് ഫോളോ അപ്പ് ചെയ്യാൻ ചിലപ്പോൾ ഇവർ മറന്നുപോകും. കാരണം ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കിനകത്ത് പെട്ടിട്ടുള്ള സാധനമല്ല ഈ ഫോളോ അപ്പ്, അതിനനുസരിച്ചുള്ള ഒരു സിസ്റ്റത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസോഴ്സ് ഇൻവെസ്റ്റിഗേറ്റർ റോളിലുള്ള ആളുകൾ ആക്ച്വലി പുതിയ ഐഡിയാസ് പുറത്തുനിന്ന് കൊണ്ടുവരാൻ ബെസ്റ്റാണ്. അത്തരത്തിലുള്ള ആളുകൾ ഇല്ലെങ്കിൽ പലപ്പോഴും ഓർഗനൈസേഷൻ സത്യം പറഞ്ഞാൽ പുതിയ ഐഡിയാസ് കിട്ടാതെ വിഷമിക്കുന്നത് കാണാം. അടുത്തത് ടീം വർക്കർ എന്നുള്ള റോളാണ്. ടീം വർക്കറിൻ്റെ ഒരു പ്രത്യേകത, ഒരു ടീമിനകത്ത് ഇപ്പോൾ 6 or 7 ആൾക്കാരൊക്കെ ഉള്ള ഒരു ടീമിനകത്ത് ചിലപ്പോൾ എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ജെല്ലാവണം നിർബന്ധമില്ല. പല ആൾക്കാർക്കും പല രീതികളായിരിക്കാം. പക്ഷേ എല്ലാവരുടെയും കാര്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് അവരെ ലീഡ് ചെയ്തുകൊണ്ട് അവരെ ജെല്ലിയിപ്പിച്ചുകൊണ്ട് ഒരു ബോണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ഈ ടീം വർക്കർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഓർഗനൈസേഷനകത്ത് മസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ടീമിൻ്റെ ഒരു കൊഹസീവ്നെസ് നിലനിൽക്കുകയുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും HR-ലൊക്കെ അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, വളരെ ഹാർമോണിയസ് ആയിട്ട് നമുക്ക് നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരുമായിട്ടും വളരെ എംപതറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും ഈ പറയുന്ന ടീം വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്കുള്ള ഒരേ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ അൺപോപ്പുലർ ആയിട്ടുള്ള ചില ഹാർഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിൽ അവർ ചിലപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഈ ഡിപ്ലോമസിയാണ് പലപ്പോഴും ഈ പറയുന്ന ടീം കൊഹസീവ്നെസ്സിന് കാരണമാകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നും. അടുത്ത റോൾ എന്ന് പറയുന്നത് കോർഡിനേറ്റർ എന്ന റോളാണ്. ഈ കോർഡിനേറ്റർ റോളിലുള്ള ആളുകൾ കുറേ കൂടിയും ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ടീം മെമ്പേഴ്സിനെ നോക്കുകയും കൃത്യമായിട്ട് അവരുടെ KRIs-ഉം KPIs-ഉം ഒക്കെ മനസ്സിലാക്കുകയും കൃത്യമായിട്ട് അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് കോർഡിനേറ്റേഴ്സ്. പലപ്പോഴും അവർ അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ചില സമയത്ത് കുറച്ചൊരു ഓവർ മെച്യൂരിറ്റി കാണിക്കുന്നതും കാണാറുണ്ട്. പലപ്പോഴും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളായിരിക്കണമെന്നില്ല ഈ പറയുന്ന കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരം ആളുകളും നമുക്ക് ആവശ്യമാണ്. കാരണം വളരെ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട്, ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇവർ ഒരുപാട് ഡെലിഗേറ്റ് ചെയ്തിട്ട്, അതായത് ഓവർ ഡെലിഗേഷനിലൂടെ ഇവർക്ക് യാതൊരു പണിയുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. മാത്രമല്ല ഇവർ ഭയങ്കര ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് പലപ്പോഴും കാണപ്പെടുകയും ചെയ്യും. പക്ഷേ അത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഘടകം തന്നെയാണ്. അടുത്തത് തിങ്കിങ് റോൾസ് ആണ്. തിങ്കിങ് റോൾസിലെ ഏറ്റവും ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് പ്ലാന്റ് എന്ന് പറയുന്ന റോളാണ്. ഈ പ്ലാന്റ് റോളിൻ്റെ പ്രത്യേകത, ഇവർ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരും.
ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില സൊല്യൂഷൻസ്, ചില പ്രോബ്ലം സോൾവിങ്സ് ഒക്കെ ആയിട്ട് ഇവർ വരും. അപ്പം ശരിക്കും ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഭാഗമാണ് ശരിക്കും ഈ പ്ലാന്റ് എന്ന് പറയുന്ന റോള് ചെയ്യുന്ന ആൾക്കാർ. ഇവർ വളരെ ക്രിയേറ്റീവാണ്, പലപ്പോഴും ഡിസ്റപ്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ആളുകളാണ്, പുതിയ ബിസിനസ് മോഡലുകൾ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ആളുകളാണ്. നിങ്ങളുടെ ഓർഗനൈസേഷനകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ചില സമയത്ത് വളരെ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടും ഫൊർഗെറ്റ്ഫുൾ ആയിട്ടും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. കാരണം ഇവർ വളരെ ക്രിയേറ്റീവാണ്. പലപ്പോഴും ഇവരുടെ ഭാഗത്ത് നിന്ന് ലോജിക്കലായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവാറില്ല. പലപ്പോഴും ഇവർ സിസ്റ്റം ഫോളോ ചെയ്യാൻ ഒരല്പം മടിയുള്ള ആളുകളുമായിരിക്കും. പക്ഷേ ആ ഒരു വീക്ക്നെസ്സിനെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മളുടെ ഓർഗനൈസേഷൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകമായിട്ട് മാറും. അടുത്തത് മോണിറ്റർ ഇവാലുവേറ്റർ എന്ന് പറയുന്ന ഒരു റോളാണ്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ആളുകൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുകയും കറക്റ്റായി അവരത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇവർക്കൊരു ലോജിക്കൽ ഐ ആവശ്യമാണ്. കൃത്യമായിട്ട് തന്നെയാണോ ചെയ്യുന്നത്, കൃത്യസമയത്ത് തന്നെയാണോ ഇത് ഫിനിഷ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കുന്ന ആളുകളാണ്. പലപ്പോഴും സംഖ്യകളുമായി ഡീൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ലോജിക്ക് ഇവർക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഇവർക്ക് കണ്ടിട്ടുള്ള ഒരു പ്രശ്നം ഡിസിഷനിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ എത്താനായിട്ട് കുറച്ച് കൂടുതൽ സമയം അല്ലെങ്കിൽ ഡിലേ ആവശ്യമുണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം പലപ്പോഴും ഇവർ അൺപോപ്പുലർ ആയിരിക്കും. കാരണം ഇവർ വാല്യുവേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് അത്ര ഇഷ്ടമുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും കുറച്ച് ഡിലേ കാണിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള സിസ്റ്റംസ് നമ്മുടെ ഓർഗനൈസേഷനകത്തുണ്ടെങ്കിൽ അതൊരു പേഴ്സണൽ ആയിട്ടുള്ള അഫെയർ അല്ലാതെ മാറുകയും ഈ മോണിറ്റർ ഇവാലുവേറ്റർ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കൃത്യമായി ജോലി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അടുത്തത് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന റോളാണ്. പലപ്പോഴും നമ്മൾ ഈ റോളിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും. ഇവർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡൊമെയിനിൽ നല്ല എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവർ പലപ്പോഴും ഇവരുടെ ആ ഡൊമെയിനിലുള്ള ടെക്നിക്കൽ ജാർഗോണുകളൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ടെക്നിക്കലായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുക, ആവശ്യമില്ലാതെ ഈ ഇൻഫർമേഷൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക, മാത്രമല്ല ഇതിങ്ങനെ സ്ഥിരമായി ആ ഒരു ഡൊമെയിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെ ഇവരുടെ ഡിസഡ്വാൻറ്റേജുകളാണെങ്കിലും തീർച്ചയായിട്ടും എക്സ്പെർട്ടുകളെ നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡൊമെയിനിലാണ് നിങ്ങളുടെ കമ്പനി വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഡൊമെയിനിലെ ഏറ്റവും പുതിയ കാര്യങ്ങളടക്കം മനസ്സിലാക്കുകയും അതിനെ നമ്മുടെ കമ്പനിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന ഡൊമെയിൻ എക്സ്പെർട്ടുകളും സ്പെഷ്യലിസ്റ്റുകളും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളും നിങ്ങളുടെ ഓർഗനൈസേഷനകത്ത് അവിഭാജ്യഘടകമാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക. അടുത്തത് ശരിക്കും ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള റോൾസ് ആണ്. അതിലെ ഏറ്റവും ആദ്യത്തെ റോളിനെ പറയുന്നത് ഷെയ്പ്പർ എന്നാണ്. അതായത് കാര്യങ്ങളെ കൃത്യമായി ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകൾ എന്നാണ് ഷെയ്പ്പർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഏതെങ്കിലും ഒരു പ്രൊജക്റ്റൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ തന്നെ പോയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഡിറക്ഷൻ ചിലപ്പോൾ മാറിപ്പോകാം, ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവിലേക്ക് എത്താതെ പോകാം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുകയും അതിൻ്റെ ഫോക്കസ് മാറിപ്പോകാതെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഈ ഷെയ്പ്പർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അത്തരത്തിലുള്ള ആൾ വളരെ കൃത്യമായിട്ട് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അയാൾക്ക് കൃത്യമായിട്ട് അറിയണം എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഇങ്ങനെ ഈ ചെയ്യുന്ന ഈ പ്രോസസ്സിനകത്ത് ഇവർ ചിലപ്പം ഓവർ ഡൂ ചെയ്ത് കളയും, ചിലപ്പം ഭയങ്കര റിസ്ക് ഒക്കെ ചിലപ്പോൾ എടുത്ത് കളയും. ഇതൊക്കെ ഇവരുടെ ചില പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ തീർച്ചയായിട്ടും ഷെയ്പ്പേഴ്സ് നമ്മളുടെ ഓർഗനൈസേഷനകത്ത് മസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ 9 റോളുകളും 9 ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില പെർട്ടിക്കുലർ ആളുകൾക്ക് ഇതിലെ 1-2 കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമ്മളൊരു 5 പേരോ അല്ലെങ്കിൽ 4 പേരോ ആണ് ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആണെങ്കിൽ ഈ പറയുന്ന റോളുകൾ കൃത്യമായിട്ട് ഓരോ ആളുകളും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചാലും മതി. അടുത്തത് ഇംപ്ലിമെൻ്ററാണ്. ഇംപ്ലിമെൻ്റർക്ക് ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ആ പ്ലാനുകൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വേയിലാണോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരാളാണ് ഇംപ്ലിമെൻ്റർ. അയാൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള സെൻസിലാണ് കൂടുതൽ ആലോചിക്കാൻ ഇഷ്ടം, അയാൾക്ക് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അയാൾ അപ്പം ഇംപ്ലിമെൻറ്റബിൾ അല്ലാത്ത ചില ആക്ഷൻ പ്ലാനുകളെ എതിർക്കുന്ന ആളായിരിക്കും. ഇതൊന്നും ഒരിക്കലും വർക്കൗട്ട് ആവില്ല എന്ന് പറയുന്ന ആളായിരിക്കും. മിക്കവാറും അയാളുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും അയാളത് പറയുന്നത്. അപ്പോൾ കൃത്യമായി
കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള സെൻസിൽ നമ്മളുടെ ഒരു പ്രൊജക്റ്റിനെ വ്യൂ ചെയ്യാനും അതിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ഉറപ്പുവരുത്താനും അതിനെ സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരാളാണ് ഇംപ്ലിമെൻറ്റർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ക്രൂഷ്യലാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകളില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അൺനെസസറി ആയിട്ടുള്ള പല സ്റ്റെപ്പുകളും ചെയ്യുകയും അതൊന്നും ചിലപ്പോൾ പ്രാക്ടിക്കൽ അല്ലാതെ പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകൾ ഡിസൈൻ ചെയ്യുകയും അതിനെ കൃത്യമായി സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഇംപ്ലിമെൻറ്റർ. ഏറ്റവും അവസാനമായിട്ടുള്ള റോള് കംപ്ലീറ്റർ ഓർ ഫിനിഷർ എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും ഒരു ഫിനിഷിംഗ് ടച്ച് ആവശ്യമാണ്, ഒരു ക്ലൈമാക്സ് ആവശ്യമാണ്. ക്ലൈമാക്സ് ഏറ്റവും ഭംഗിയാകുമ്പോഴാണ് ആ വർക്ക് ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും ഒരു സിനിമ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ട് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ക്ലൈമാക്സിൽ എൻഡ് ചെയ്യിപ്പിച്ചാൽ സിനിമ മോശമാണെന്ന് ചിലപ്പോൾ ആളുകൾ പറഞ്ഞു കളയും. അതുകൊണ്ട് തന്നെ എത്ര നല്ല പ്രൊജക്റ്റ് ആയിക്കോട്ടെ, എത്ര നല്ല എക്സിക്യൂഷൻ ആവട്ടെ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ഏറ്റവും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലയൻസിൻ്റെ ഒക്കെ അടുത്ത് കൃത്യമായി കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ഉറപ്പുവരുത്തുകയും ഇതിൻ്റെ ക്വാളിറ്റി എൻഷുവർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന കംപ്ലീറ്റർ അഥവാ ഫിനിഷർ എന്ന് പറയുന്നത്. പലപ്പോഴും ഫുട്ബോൾ കളിയിലൊക്കെ നമുക്കറിയാം, വളരെ മനോഹരമായി ബോൾ അറ്റം വരെ ബോക്സ് വരെയൊക്കെ കൊണ്ടുവന്നിട്ട് പലപ്പോഴും ഗോൾ അടിക്കാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ടീമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർക്കൊരു ഫിനിഷർ ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ എത്ര ഭംഗിയായിട്ട് ഫുട്ബോൾ കളിച്ചിട്ടും കാര്യമില്ല, ഗോൾ അടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കളി ജയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ഫിനിഷറുടെ കടമ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്ത് അത് റാപ്പ് ചെയ്ത് വളരെ ഭംഗിയായി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉള്ള ഒരു ക്ലയൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഫിനിഷർ അത്യാവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫിനിഷർ നിങ്ങളുടെ ടീമിലുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തുക. ഈ 9 റോളുകൾ ഏതൊരു പ്രൊജക്റ്റിനകത്തും ഏതൊരു കമ്പനിക്കകത്തും വളരെ പ്രധാനമാണ്. ഇതിൽ ഏതെങ്കിലും റോൾ ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രൊജക്റ്റിന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകൾക്ക് എന്തെങ്കിലും ഒരു മൈനസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കുക, ഈ 9 റോളുകൾ നിങ്ങളുടെ ഓർഗനൈസേഷനകത്ത് ചെയ്യുന്നത് ആരൊക്കെയാണ്, അത് എത്രയും പെർഫെക്ഷനോടുകൂടി തന്നെ അവർ ചെയ്യുന്നുണ്ടോ. All the best.